കാസിം, വടകര തെരഞ്ഞെടുപ്പ് കേരളത്തിലെ 19 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങേയറ്റം വർഗീയമായ നിരവധി പ്രചരണങ്ങൾക്ക് വേദിയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ തന്നെ കുറെ അധികം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. മാതൃഭൂമിയുടെ തന്നെ ഒരു കാർഡ് വ്യാജമായി സൃഷ്ടിച്ച് കെ ശൈലജയെ അവഹേളിക്കുന്ന തരത്തിൽ അവർ മതപരമായ നിലയിൽ ഉള്ള ചില കാര്യങ്ങൾ പറഞ്ഞതായി ഒക്കെ പ്രചരിപ്പിച്ചു. ഇങ്ങനെ വർഗീയമായ ആളുകളെ ഭിന്നിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ഇലക്ഷന് തൊട്ട് മുമ്പാണ് താങ്കളുടെ പേരിൽ ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുകയും വലിയ തോതിൽ അത് ചർച്ചയാവുകയും പ്രചരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് എങ്കിലും ഇപ്പോൾ വടകര മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാകുമോ? അതിനുശേഷം CPM-ഉം ലീഗും തന്നെ മുൻകൈയെടുത്ത് പരസ്പരം യോഗങ്ങളൊക്കെ ചേരുകയും അതുപോലെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുകയും ഒക്കെ ചെയ്തു. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഇതുപോലെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിൽ ഇലക്ഷൻ്റെ തുടക്കം മുതൽ ഷാഫി വർഗീയവാദിയാണ് എന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥിക്കെതിരെയും വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഏത് തരത്തിലുള്ള പോസ്റ്ററുകൾ വന്നാലും വർഗീയപരമായിട്ടുള്ള പോസ്റ്ററുകൾ വന്നാൽ അതിനെ തള്ളിപ്പറഞ്ഞ പാർട്ടിയാണ് മുസ്ലിം ലീഗും UDF-ഉം എക്കാലത്തും. ഈ സാഹചര്യത്തിൽ ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്ന, നേരത്തെ അഫ്സൽ ഇവിടെ സൂചിപ്പിച്ചു, ഇത് തെളിയണം, ഞങ്ങളും പറയണം, തെളിയണമെന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് അവസാനം എത്തി നിൽക്കുന്നത്? വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് എന്ന് പറയുന്ന ആളുടെ പേരിലേക്കാണ്. റിബേഷാണ് ഇത് പറയേണ്ടത്. ആരാണ് റിബേഷിന് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ റിബേഷിന് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ റിബേഷ് സ്വന്തമായി ഉണ്ടാക്കിയതാണോ എന്നുള്ളത് റിബേഷ് വ്യക്തമാക്കണം. ഞാൻ പറയുന്നത് ആര് ചെയ്താലും, ആര് പ്രചരിപ്പിച്ചാലും, UDF ആയാലും LDF ആയാലും ആര് പ്രചരിപ്പിച്ചാലും ഇത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ്. വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഇങ്ങനെയൊരു വർഗീയ കാർഡ് CPM എന്തിനിറക്കി, അതും എൻ്റെ പേരിൽ ഇറക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇതുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. നേരത്തെ അഫ്സൽ സൂചിപ്പിച്ചു, ഞങ്ങളെ പോലീസല്ലേ അന്വേഷിക്കുന്നത്, ഞങ്ങളല്ലേ ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഒരിക്കലുമല്ല. ഞാനിത് ഹൈക്കോടതിയിൽ പോയി അതിൻ്റെ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയിട്ടുള്ളത്. ഏത് FIR നോക്കിയാൽ നമുക്കറിയാം, ഒരു ആളെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് മുഴുവനായിട്ടും ഈ അന്വേഷണ റിപ്പോർട്ടിൽ കൊടുക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും കാണാറുണ്ട്. ഈ കേസിൽ ഈ സമയം വരെ ഈ 22 പ്രതിയായിട്ടുള്ള റിബേഷ് ആയാലും, 23-ാം പ്രതിയായിട്ടുള്ള മനൂബായാലും, 24-ാം പ്രതിയായിട്ടുള്ള അമലായാലും, 25-ാം പ്രതിയായിട്ടുള്ള അബ്ബാസ് എന്ന് പറയുന്ന അബ്ബാസ് ആയാലും അവരുടെ ഒന്നും അഡ്രസ്സ് ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് പോലീസിൻ്റെ ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പോലീസ് എന്തിനാണ് ഇങ്ങനെയുള്ളവരെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കുന്നത്? എനിക്കെതിരെ 153 ഉപയോഗിച്ചുകൊണ്ട് ചേർത്തുകൊണ്ട്, വകുപ്പ് ചേർത്തുകൊണ്ട് കേസെടുക്കാൻ പോലീസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവസാനം എത്തി നിൽക്കുന്ന റിബേഷ് അടക്കമുള്ള ആളുകളുടെ പേരിലേക്ക് 153. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഉണ്ടാക്കിയ ആളായാലും പ്രചരിപ്പിച്ച ആളായാലും ഇത് കുറ്റക്കാര എന്നുള്ളതാണ്. അപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു 4 പേരിലും ഇതുവരെ FIR ഇട്ട് ഇവരൊക്കെ മാപ്പ് സാക്ഷികളാണ്. അവസാനം എത്തി നിൽക്കുന്ന ഈ റിബേഷ് പോലും മാപ്പ് സാക്ഷിയായി നിൽക്കുകയാണ്. വിചിത്രമായൊരു വാദമാണ് നമ്മൾ കാണുന്നത്. ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ ഒരു വാദം നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിൽ ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് CPM ഹാൻഡിലുകളാണ്. UDF-ന്റെ ഏതെങ്കിലും ഒരു ഹാൻഡിലുകളിൽ ഇത് പ്രചരിപ്പിച്ചതായിട്ട് ഈ സമയം വരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് പ്രചരിപ്പിച്ചതും ഇതിൻ്റെ ഗുണഭോക്താക്കളാവാൻ വേണ്ടി വടകരയിലെ 4 വോട്ടിന് വേണ്ടി CPM ഉണ്ടാക്കിയ ഈ വർഗീയ ധ്രുവീകരണ കാർഡ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ ഇലക്ഷൻ കഴിഞ്ഞ് 28-ാം തീയതി DYFI വടകര മേഖലാ കമ്മിറ്റിയും LDF വടകര മേഖലാ കമ്മിറ്റിയും വടകരയിൽ വലിയ പൊതുയോഗം നടത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ വർഗീയ വിഷമാണ് എന്ന് പറഞ്ഞ് ഒരു MP പ്രസ്താവന നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പരിപാടി നടത്തിയ ആളാണ് ഇപ്പം നിലവിൽ ഇതിൽ പ്രതിയായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വിചിത്രമായി നിൽക്കുന്ന ഒരു സത്യം. അപ്പോൾ ഈ പരിപാടി നടത്തുക, ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള വർഗീയ ധ്രുവീകരണം നടത്തുക, അതിന് മറുഭാഗത്ത് ഇതിന് എതിരെയുള്ള പരിപാടികൾ നടത്തുക, എന്നിട്ട് ഞങ്ങളൊന്നുമല്ല, ഞങ്ങളിതറിയില്ല എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് CPM അവസാനിപ്പിക്കണം. ഇത് കണ്ടിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശൈല ടീച്ചർ അടക്കം ഉള്ള ആളുകൾ ഇതിനെ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശൈല ടീച്ചർ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിനെതിരെ പാർട്ടിയിൽ കൃത്യമായ നിയമ പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിയിൽ അന്വേഷണം നടക്കണമെന്നുള്ളതാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ പ്രചരണം നടത്തിയിട്ടുള്ള CPM വടകരയിൽ ഈ പരിപാടി കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് ഒരു മാസത്തോളം ഈ പരിപാടികൾ വടകരയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊതുസമൂഹത്തിൽ റാലികൾ നടത്തിയ ആളുകളുണ്ട്, ജാഥകൾ നടത്തിയ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലാക്കാവുന്നതുമാണ്. മടങ്ങിയെത്താം.